ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണ് നമ്മിൽ പലരും. ചിലർക്ക് വന്നിട്ട് തന്നെ കാലങ്ങൾ ആയിട്ടുണ്ടാവും. എനിക്കും ജലദോഷം ഇപ്പോൾ വരാറേയില്ല. പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടായിരിക്കും. ലാമിയേസിയ കുടുംബത്തിലെ നല്ല സുഗന്ധമുള്ള ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണപ്പെടുന്ന പനിക്കൂർക്ക പല രോഗങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്ന ഒന്നാണ്. പനിയും ജലദോഷവും കഫക്കെട്ടും എല്ലാം മാറ്റുന്നതിന് ഇത് സഹായിക്കുന്നു. ചുമയെ ഒറ്റയടിക്ക് മാറ്റിയെടുക്കാൻ ശേഷിയുള്ള ഔഷധ സസ്യമാണ് ആടലോടകം. ആടലോടകം ഉണക്കിപ്പൊടിച്ച് കൽക്കണ്ടം ചേർത്ത് കഴിക്കുന്നത് ജലദോഷം മൂലമുള്ള ചുമയ്ക്ക് നല്ലതാണ്. ലാമിയേസിയ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് തുളസി. ഇതാണ് കാട്ടുതുളസി. ഇതിന്റെ ഇലകൾക്ക് നല്ല വലിപ്പമുണ്ട്. ജലദോഷത്തിനൊക്കെ ആവി പിടിക്കാൻ നല്ലതാണ്. സാധാരണ തുളസിയേക്കാൾ മണം ഇതിനാണ് കൂടുതൽ എന്ന് തോന്നുന്നു. ജലദോഷത്തിനും എണ്ണ കാച്ചാനും കഷായങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന തുളസിയാണ് കൃഷ്ണ തുളസി. ഇതാണ് കൂടുതലായും കാണപ്പെടുന്ന തുളസി. ആയുർവേദത്തിൽ കഫരോഗങ്ങൾ മാറ്റിയെടുക്കാൻ ഉത്തമമായി കണക്കാക്കുന്ന ഈ ഔഷധച്ചെടി കഫവും പനിയും മാറ്റുന്നതു മാത്രമല്ല, ചില ചർമ്മ രോഗങ്ങൾ അകറ്റാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അത്യുത്തമം തന്നെ. തുളസിയില ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും നല്ലതാണ്. തുളസി പല രീതിയിൽ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ്. പണ്ട് ജലദോഷം വരുമ്പോൾ വെള്ളം തിളപ്പിച്ച് അതിൽ തുളസിയിലയും പനിക്കൂർക്കയിലയും കുറച്ച് വിക്സും ചേർത്ത് തല മുഴുവൻ മൂടി പുതച്ചിട്ട് ആവി പിടിച്ചിട്ടുണ്ട്. ആവിയോടൊപ്പം വരുന്ന രൂക്ഷമായ മണം മൂക്കടപ്പ് മാറ്റിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും. മുക്കാലും അടച്ചു വെച്ചിട്ട് മുഖം മാറ്റി പിടിച്ചാണ് ആവി പിടിക്കാറ്. ചിലപ്പോൾ നേരെ ആവിയിലേക്ക് മുഖം വെച്ച് പൊള്ളിപ്പോയിട്ടുമുണ്ട്. അമ്പലങ്ങളിലൊക്കെ പൂജയ്ക്കും മാലയ്ക്കും ഉപയോഗിക്കാറുള്ള ഈ തുളസിയാണ് വെള്ള തുളസി. വെള്ള തുളസിയെ തന്നെയാണ് രാമതുളസി എന്നും പറയുന്നതെന്ന് തോന്നുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ.